റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. റോമ 8:18 മനോഹരമായൊരു വചനമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട്, നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തോട്, വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ്ലീഹായുടെ ഒരു വലിയ കൺവിക്ഷനാണ് ഈ കാണുന്നത്. എനിക്കിപ്പോൾ സഹനങ്ങളുണ്ട്, എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കിപ്പോൾ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഈ സഹനങ്ങൾക്കപ്പുറത്ത് എനിക്കെന്തുണ്ട്? മഹത്വം എനിക്കുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ സഹനങ്ങൾ കഴിഞ്ഞൊരു മഹത്വമുണ്ട്, ഒരു ഉയർപ്പുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ലളിതമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലെ വേട്ടയാടേണ്ടത്. അപ്പോൾ നമ്മൾ ചഞ്ചലചിത്തരായി, നമ്മൾ അസ്വസ്ഥരായി സഹനങ്ങളെ സമീപിക്കരുത്. ഈ സഹനങ്ങൾ, ഈ വേദനകൾ കഴിഞ്ഞൊരു മഹത്വമുണ്ട് എന്നത് അല്പം നേരം കഴിഞ്ഞാൽ എന്നെ കാത്തിരിക്കുന്ന മഹത്വത്തെ സ്വപ്നം കണ്ട് സഹനങ്ങളെ കൈപ്പുനീരിനെ സ്വീകരിക്കാം. ആവോളം മട്ടുവരെ സഹന അനുഭവങ്ങളെ കാസയിൽ നിന്ന് കുടിച്ച ക്രിസ്തു തന്നെ നമുക്ക് ബോധ്യം തന്നിട്ടുണ്ടല്ലോ. അവൻ്റെ കബറടക്കത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ടെന്ന്. ക്രിസ്തു ശിഷ്യനും ഇത് തന്നെയാണ്. പ്രിയ ദൈവവൈതലേ, ഈ സഹനത്തിന് ശേഷം നിനക്ക് കാത്തിരിക്കുന്നത് മഹത്വം തന്നെ. ആമേൻ.